പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ, അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ചത് പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം 1-ാം വചനം 2-ാം വചനമായിരുന്നു. 1-ാം വചനം അതിൻ്റെ തലേ ദിവസം പഠിച്ചു. വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. ഇന്നലെ പഠിച്ചത് 2-ാമത്തെ വചനം, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. ഇതായിരുന്നു ഇന്നലെ പഠിച്ചത്. ഇന്ന് നാം പഠിക്കുന്നത് തോബിത്തിൻ്റെ പുസ്തകം. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളായ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ട മറ്റു ഡിനോമിനേഷൻസിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ആ പുസ്തകം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ പുസ്തകം നിങ്ങൾ വായിക്കണം കേട്ടോ. നിങ്ങൾ വായിച്ചാൽ അതിൻ്റെ ഈ ഒരുപാട് നല്ല പുസ്തകമാണ്. ഒരുപാട് നമ്മെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന വളരെ സുന്ദരമായ പുസ്തകങ്ങളിൽ ഒന്നാണ് തോബിത്തിൻ്റെ പുസ്തകം. നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് ഉതകുന്ന നല്ല കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം പറയുകയാണ്, മകനെ, നമ്മെ വിളിക്കുകയാണ്, മകനെ, നമ്മുടെ കർത്താവിനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കർത്താവിനെ നീ ഓർക്കണം. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ കർത്താവിനെ ഓർക്കുക. ദൈവമായ കർത്താവിനെ ഓർക്കണം. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. വചനം പറയുകയാണ്, മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. Revere the Lord all your days, my son, and refuse to sin or to transgress his commandments. വളരെ സുന്ദരമായ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട, പാപം ചെയ്യാതെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ സഹായിച്ചാൽ, ദൈവ വിചാരത്തോടു കൂടി നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ നാം തുനിഞ്ഞാൽ ആ ദിവസം എത്ര അനുഗ്രഹമായി തീരുമെന്നറിയാമോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിച്ചെല്ലാം നേടാൻ സാധിക്കില്ല. പക്ഷേ ആ ദിവസത്തിൻ്റെ അവസാനം, നാളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ദിവസത്തിൻ്റെ അവസാനം മനസ്സിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുന്നത് കാണാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഞാനും ശ്രമിച്ചു നോക്കുന്നു. ദൈവത്തോട് ചേർന്ന്, ദൈവത്തെ ഓർത്ത്, ദൈവ വിചാരത്തോടു കൂടി മുന്നോട്ട് പോയി, പാപം ചെയ്യാതെ, അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കാതെ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരു ദിവസത്തേക്ക് ഒരു തീരുമാനമെടുത്തേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ആമേൻ.